ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡി നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്ത ഇഡി വൃത്തങ്ങൾ ശബരിമലയിലെ സംഭാവനകളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് പരിശോധന നടത്തിയത്. നെയ് വിതരണ ക്രമക്കേടിലും ഇഡി പരിശോധന നടത്തി. പരിശോധന 10 മണിക്കൂർ പിന്നിട്ടു. തന്ത്രി ഒഴികെ എല്ലാ പ്രതികളും വീട്ടിലും പരിശോധന തുടരുകയാണ്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? തന്ത്രിയുടെ വീട്ടിലേക്ക് ഇഡി ഇതുവരെ എത്തിയിട്ടില്ല. എന്താണ് വിശദാംശങ്ങൾ? ചിലയിടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയും ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. രാവിലെ 7 മണിയോടെ എത്തിയ സംഘം ഏകദേശം 9 മണി കഴിയേണ്ടി വന്നു കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. കാരണം മരാമത്ത് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരത്തെ 9 മണിക്ക് ശേഷമാണ് എത്തിയത്. അതുകൊണ്ട് അല്പം വൈകുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പരിശോധന നടത്തേണ്ടത്, ഫയലുകളൊക്കെ പരിശോധിക്കേണ്ടത്, രേഖകൾ കണ്ടെത്തേണ്ടതൊക്കെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പരിശോധന ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. എന്തായാലും ഇനിയും ഏറെ സമയം നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും ഇതുവരെയുള്ള പരിശോധനയുടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ അത് നിലവിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും അതോടൊപ്പം തന്നെ ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിനു പുറമെ ഈ ശബരിമലയിലെ നെയ് വിതരണത്തിലെ ക്രമക്കേട് ഉൾപ്പെടെയൊക്കെയാണ് പരിശോധിച്ചിരുന്നത്. അതിൽ ശബരിമലയിൽ സംഭാവനയായി വരുന്ന തുക അത് പലപ്പോഴും അങ്ങോട്ട് എത്തുന്നില്ല. പല ആളുകളുടെയും കൈമറിഞ്ഞു പോകുന്നു. പല ആളുകളും അതിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നെയ് വിതരണത്തിലും വലിയ രീതിയിലുള്ള ക്രമക്കേട് കണ്ടെത്തിയതിനെ സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 11 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലൊക്കെ പരിശോധന പൂർത്തിയായിരുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ വീട്ടിലെയും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ പരിശോധനയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അവിടെ വസ്തുവകൾ കണ്ടെത്താനുള്ള നടപടികൾ, കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. ശരി സിജോ.